എല്ലാ സിസ്റ്റുകൾക്കും നമുക്ക് സർജറി ആവശ്യമുണ്ടോ? ഇല്ല. ഹായ്, ഞാൻ ഡോക്ടർ കാർത്തിക, ഇൻഫെർട്ടിലിറ്റി കൺസൾട്ടൻറ്റ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ്, ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ, എടപ്പള്ളി. നമ്മുടെ സിംറ്റംസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ആ സിസ്റ്റ് കണ്ടുപിടിച്ചത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് രീതിയിലുള്ള ചികിത്സ വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് നമ്മളൊരു എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് കാണുകയാണെങ്കിൽ ചാടിക്കയറി നമ്മൾ സർജറി എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് പോകാറില്ല. എന്നാൽ നമ്മൾ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാൻ ഒരു ബുദ്ധിമുട്ട് കാണുക അല്ലെങ്കിൽ സിവിയർ പെയിൻ ആയിട്ട് നമ്മൾ സ്കാൻ ചെയ്യുക, അപ്പോൾ നമ്മളൊരു എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് കാണുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് സർജിക്കൽ ഓപ്ഷൻ വേണ്ടി വന്നേക്കാം. ഇനി സർജറി ലാപ്രോസ്കോപ്പി വഴിയാണ് നമ്മൾ ഈ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ലാപ്രോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് ഈ സിസ്റ്റിൻ്റെ എത്രത്തോളം അതിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ട്, അത് എവിടെയൊക്കെയാണ് അത് പരവിയിരിക്കുന്നത്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് സർജിക്ക് എത്ര സമയമെടുക്കും അല്ലെങ്കിൽ എത്ര എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എത്ര എക്സ്റ്റെൻസീവ് സർജറി വേണ്ടി വരും എന്നുള്ളത് പറയാൻ പറ്റും. യൂഷ്വലി സർജറിയിലൂടെ നമുക്ക് ഈ സിസ്റ്റ് എടുക്കാൻ പറ്റുന്നതും ഈ ഒട്ടിപ്പിടുത്തങ്ങൾ മാറ്റാൻ പറ്റുന്നതാണ്. ഇതൊരു ഡേ കെയർ പ്രൊസീജിയറാണ്. കാലത്ത് വന്ന് അഡ്മിറ്റ് ചെയ്ത് സർജറി കഴിഞ്ഞാൽ യൂഷ്വലി കുഴപ്പമൊന്നുമില്ലെങ്കിൽ വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കാം, പിറ്റേന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ലാപ്രോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സർജറി കഴിഞ്ഞാൽ ഒരു 1-2 ദിവസത്തെ റെസ്റ്റ് മതിയാവും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് ടു റുട്ടീൻ വർക്ക് എല്ലാം ചെയ്യാം. Futurice Hospital. Health is happiness.